നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CBI എന്നത് അവസാന അന്വേഷണമല്ല. സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ ജീവനക്കാരിൽ കള്ളനാണയങ്ങൾ കാണുമെന്നും MV ഗോവിന്ദൻ. മൂന്നാറിൽ നടന്ന യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊല്ലപ്പെട്ട സൂര്യയുടെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാഞ്ചിയാർ അഞ്ചുരുളി റോഡിന് ശാപമോക്ഷമില്ല. സ്കൂൾ കോളേജ് ടൂർ സീസൺ ആരംഭിച്ചതോടെ ദിവസവും ദുരിതപാതയിലൂടെ അഞ്ചുരുളിയിലേക്ക് എത്തുന്നത് നിരവധി ആളുകൾ. ജലവിഭവ വകുപ്പ് മന്ത്രി റോഡിന് കോടികൾ അനുവദിച്ചിട്ടും നടപടികൾ മാത്രം ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനായി വാത്തിക്കുടി ടൗണിനോട് ചേർന്ന് പട്ടികവർഗ വകുപ്പ് പണി കഴിപ്പിച്ച ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാകുന്നു. ഹോസ്റ്റൽ കെട്ടിടം കാട് കയറി നശിക്കുന്നത് പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും പല സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോൾ. വിശദമായ വാർത്തകളിലേക്ക്. വലതുപക്ഷ മാധ്യമ നിർമ്മിതി നടത്തുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നവീൻ ബാബു കേസിൽ അന്വേഷണം ശരിയായ രീതിയിലാണ്. CBI എന്നത് അവസാന അന്വേഷണമല്ല. ഇതിൽ CPM നിലപാട് മുമ്പേ വ്യക്തമാണ്. സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ ജീവനക്കാരിൽ കള്ളനാണയങ്ങൾ കാണുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അത് അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ. ഒരു ഘട്ടത്തിലും CPM ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും കൂട്ടുകൂടിയിട്ടില്ല. ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എന്നും CPM എതിരാണെന്നും MV ഗോവിന്ദൻ തൊടുപുഴയിൽ പറഞ്ഞു. ഞങ്ങൾ എല്ലാ കാലത്തും സക്രിയമായിട്ട് മാധ്യമ ശൃംഖലകളിൽ ഉണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഇടതുപക്ഷ വിരുദ്ധവും വലതുപക്ഷ നിർമ്മിതിയും ആശയ നിർമ്മിതിയും അതിന് ഞങ്ങൾ അന്നും ഇന്നും സക്രിയമായിട്ട് എതിർത്തിട്ടുണ്ട്, എതിർക്കുകയും ചെയ്യും. അപ്പോഴൊന്നും ഞങ്ങൾ പത്രപ്രവർത്തകർക്കെതിരായിട്ടുള്ള ഒരു ഭീഷണിയായിട്ടോ കടന്നാക്രമമായിട്ടോ അല്ല അതിനെല്ലാം കൃത്യമായിട്ട് വിശകലനം ചെയ്ത് വിശദീകരിച്ചത്. ഓരോ സന്ദർഭത്തിലും ഏറ്റവും ശക്തിയായ രീതിയിൽ ആ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ADMന്റെ മരണപ്പെട്ട ദുഃഖകരമായ അവസ്ഥ ഗൗരവപൂർവ്വം തന്നെ അന്നും ഇന്നും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും. ആ മുന്നോട്ടേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ പോകുന്നുണ്ട്. കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അത് ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. കോടതിയുടെ അകത്ത് ഞങ്ങൾ ഇടപെടുന്നത് പറഞ്ഞിട്ടില്ല. കോടതി ഇടപെടുന്ന പ്രശ്നമില്ല. CBI അന്വേഷണമാണ് എല്ലാത്തിന്റെയും അവസാനം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചില്ല. ഇന്നലെയും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല, നാളെയും അംഗീകരിക്കില്ല. കാരണം അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ്. എന്തും പറയിപ്പിക്കാം, എന്തും ചെയ്യിപ്പിക്കാം. കേന്ദ്ര ഗവൺമെന്റ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ നീക്കുന്നതാണ് CBI. അതിന്റെ ഭാഗം തന്നെയാണ് ED, അതിന്റെ ഭാഗം തന്നെയാണ് IT. ഇതൊക്കെ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതിലൊന്നും ഞങ്ങൾ എന്തൊക്കെ മാറ്റം വരുത്തി ഞങ്ങൾ ധരിക്കണ്ടേ. ഇതിപ്പോ 60-62 ലക്ഷം ആളുകൾ വാങ്ങുന്നില്ലേ, അതിൻ്റെ അകത്ത് ചില കള്ളനാണയങ്ങളൊക്കെ ഉണ്ടാവും. അത് ഉണ്ട്. അതൊക്കെ കണ്ടെത്തിയിട്ട് പരിഹരിക്കുന്ന ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നത് ഇവിടെ ആർക്കായി എതിർപ്പുള്ളത്? പരിഹരിച്ചോട്ടെ. അവർക്കധികം കൊടുക്കണം ഞങ്ങളാരും പറയുന്നുണ്ട്. ദുർബലരായ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കേണ്ടത് പെൻഷൻ ഇമാതിരികൾ ആർക്കും കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ കണ്ടുപിടിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി കൃത്യമായിട്ട് അർഹതപ്പെട്ടവർ തന്നെയാണ് വാങ്ങുന്നത് എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് വേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ഈ SDPI നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രവർത്തനവും ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന് ബദലായി കൗണ്ടർ പാർട്ട് എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇസ്ലാം രാഷ്ട്രം എന്നുള്ളതിനെയും രണ്ടിനെയും ഒരേപോലെ എതിർത്തുകൊണ്ട് മാത്രമേ കേരളത്തിലെ മതനിരപേക്ഷത ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് മുകളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഹിന്ദു വർഗീയവാദവും അതേപോലെ തന്നെ അപകടകരമായ ഒരു അവസ്ഥ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയവാദം. രണ്ടും ഒരുപോലെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, രണ്ടും അപകടകരമാണ്. മൂന്നാറിൽ നടന്ന യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി. മൂന്നാർ ന്യൂനഗർ സ്വദേശി സൂര്യയായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സൂര്യയുടെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാർ ന്യൂനഗർ സ്വദേശി സൂര്യയെ കഴിഞ്ഞ ദിവസമായിരുന്നു വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാഹചര്യ തെളിവുകളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ സൂര്യയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. സംഭവത്തിൽ സൂര്യയുടെ സഹോദരൻ വിഘ്നേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കേസിൽ ഈ മരണപ്പെട്ട സൂര്യയുടെ ബ്രദർ വിഘ്നേഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. കൂടുതൽ വിശദാംശങ്ങൾ പറയാൻ കഴിയില്ല.
നിർമ്മാണ കരാറുകാരന്റെ സഹായിയായിരുന്നു മരിച്ച സൂര്യ. കഴിഞ്ഞ ദിവസം രാവിലെ ജോലിക്ക് ചെല്ലാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീടിന്റെ വശത്തുള്ള മുറിയിൽ നിലത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവാവ് തൂങ്ങി മരിച്ചുവെന്നാണ് ബന്ധുക്കൾ ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ മൃതദേഹം നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു. യുവാവിന്റെ കഴുത്തിൽ മുറിവുകൾ കണ്ടെത്തി. സംഘർഷം നടന്നതിന്റെ സൂചനകളും പോലീസിന് ലഭിച്ചു. പോലീസും ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഇതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തുവന്ന സാഹചര്യത്തിലാണ് കൊലപാതകമെന്നുറപ്പിച്ച സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാഞ്ചിയാർ അഞ്ചുരുളി റോഡിന് ശാപമോക്ഷമില്ല. സ്കൂൾ കോളേജ് ടൂർ സീസൺ ആരംഭിച്ചതോടെ നിരവധി ആളുകളാണ് ദുരിതപാതയിലൂടെ അഞ്ചുരുളിയിലേക്ക് എത്തുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഡിന് കോടികൾ അനുവദിച്ചിട്ടും നടപടികൾ മാത്രം ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ജില്ലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ പ്രധാനമായി ആകർഷിക്കുന്ന ഇടമാണ് അഞ്ചുരുളി. ദിനംപ്രതി നിരവധി ആളുകളാണ് അഞ്ചുരുളിയിലേക്ക് എത്തുന്നത്. നിലവിൽ കോളേജ്, സ്കൂൾ ടൂർ സീസണുകൾ ആരംഭിച്ചതോടെ സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചു. എന്നാൽ ദുർഘടമായ പാതകളാണ് സഞ്ചാരികളെ സ്വീകരിക്കുന്നത്. റോഡ് തകർന്ന വർഷങ്ങൾ പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ആരോപണം. കൂടാതെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ 1.4 കോടി രൂപ അനുവദിച്ചിരുന്നു. പലപ്പോഴും റോഡിനായി വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്നും നടപടികളിലേക്ക് എത്തുന്നില്ല എന്നുമുള്ള വിമർശനവും ശക്തമാണ്. ഇടുക്കി ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ അഞ്ചുരുളിയിലേക്കുള്ള റോഡ് തകർന്നിട്ട് വർഷങ്ങളായി. ഈ റോഡൊന്ന് പുതുക്കിപ്പണിയാനോ റീടാർ ചെയ്യാനോ ഉള്ള യാതൊരു നടപടികളും പഞ്ചായത്തിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെയോ PWDയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കോളനി ടൂറിസത്തിൻ്റെ ഭാഗമൊക്കെയായി അതിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളാണ്. അതുപോലെ തന്നെ ശബരിമല തീർത്ഥാടനത്തിന് പോയ ആളുകളുമൊക്കെ നിരവധി ഈ അഞ്ചുരുളിയിൽ കൂടി സന്ദർശിച്ച് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ആളുകൾക്ക് ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം തകർന്നു കിടക്കുകയാണ്. അടിയന്തരമായി പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബന്ധപ്പെട്ട ഭരണ സംവിധാനങ്ങളും ഇടപെട്ട് ഈ റോഡ് നന്നാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിൻ്റെ ഫണ്ടിൽ നിന്ന് 2-3 വർഷമായിട്ട് ഈ റോഡിന് 4 കോടി അനുവദിച്ചു, 5 കോടി അനുവദിച്ചു എന്ന് പറയുന്നതല്ലാതെ യാതൊരു നടപടികളും ഈ ഒരു മന്ത്രിയുടെ മണ്ഡലമാണ്, ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്, സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളെ അറിയിച്ച് അത്രയും വേഗം ഈ റോഡ് പണി തീർക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. വിനോദസഞ്ചാരികൾക്ക് പുറമെ പ്രദേശവാസികളും ഏറെ യാത്രാക്ലേശം നേരിടുന്നു. ആദിവാസി സെറ്റിൽമെന്റ് ഏരിയയിലേക്ക് അടക്കമുള്ള പാതയാണ് ഇത്തരത്തിൽ ദുർഘടമായി കിടക്കുന്നത്. പല ഭാഗങ്ങളിലും ടാറിംഗ് ഇളകി മെറ്റലുകൾ നിരന്നു കിടക്കുന്ന സ്ഥിതിയാണ്. ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. അധികാരികൾ അനാസ്ഥ ഒഴിഞ്ഞ് അടിയന്തരമായി പാത നവീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. അല്ലാത്ത പക്ഷം പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് BJP. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനായി വാത്തിക്കുടി ടൗണിനോട് ചേർന്ന് പട്ടികവർഗ വകുപ്പ് പണികഴിപ്പിച്ച ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാകുന്നു. പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം പല സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഹോസ്റ്റൽ കെട്ടിടം കാടുകയറി നശിക്കുന്നത്. ജില്ലയിലെ വിവിധ പട്ടികവർഗ സങ്കേതങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനായാണ് വാത്തിക്കുടി ടൗണിനടുത്ത് പട്ടികവർഗ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ നിർമ്മിച്ചത്. 2006 വരെ കൃത്യമായി കുട്ടികൾ താമസിച്ചിരുന്ന ട്രൈബൽ ഹോസ്റ്റൽ പിന്നീട് അടച്ചിട്ടതോടെ കെട്ടിടം നാശത്തിന്റെ വക്കിലെത്തി. 2009 കാട്ടാന ആക്രമണം മൂലം വീടും കുടിയും നഷ്ടപ്പെട്ട ചിന്നക്കനാലിലെ ആദിവാസികൾക്ക് താൽക്കാലികമായി ഇവിടെ താമസം ഒരുക്കിയിരുന്നു. 1 വർഷത്തിനു ശേഷം ഇവർ പോയതോടെ ട്രൈബൽ ഹോസ്റ്റൽ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു നിർമ്മിതിയാണിത്. നിരവധി കുട്ടികളോട് പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഈ മേഖലയിൽ വന്ന് താമസിക്കാനോ അല്ലെങ്കിൽ ഇത് പരിചരിച്ച് കൊണ്ടുപോകാനുള്ള താല്പര്യക്കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെല്ലാം പല കാലങ്ങളായി പല സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഏതാണ്ട് 10-15 വർഷമായിട്ട് ഈ ബിൽഡിങ് അന്യാധീനപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഇലക്ഷൻ സമയമാകുമ്പോൾ 2 ബൂത്തുകൾ, പഞ്ചായത്തിൻ്റെ 2 ഇലക്ഷൻ ബൂത്തുകൾ പ്രവർത്തിക്കുന്നുള്ളതല്ലാതെ മറ്റു രീതിയിലുള്ള യാതൊരു സാമൂഹ്യ ഇടപെടലും ഇതിലേക്കില്ല. ഇതിപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ എന്ന് പറയാൻ പറ്റില്ല. ഒരു പരിധിവരെ സർക്കാരിനെ സഹായിക്കുന്ന മദ്യപന്മാരുടെ ഒരു താവളമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വയറിംഗ് ഉൾപ്പെടെ ഇവിടുത്തെ ഇതിന് കുട്ടികൾക്കുണ്ടായിരുന്ന മറ്റടിസ്ഥാന സൗകര്യങ്ങൾ, കട്ടിൽ, അടുക്കള ഉപകരണങ്ങൾ, പാത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ആരൊക്കെയോ അതിക്രമിച്ച് കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് വളരെ മികച്ച രീതിയിലുള്ള നിർമ്മാണമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ തടി ഉപകരണങ്ങളല്ലാതെ മറ്റൊന്നും ഇതുവരെ നശിച്ചു പോയിട്ടില്ല. പക്ഷേ ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം അല്ലെങ്കിൽ ഇവിടേക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ നടത്തിപ്പിന് വേണ്ടിയിട്ട് അവർക്ക് എത്താൻ പറ്റാത്തത് മൂലമാണെന്ന് തോന്നുന്നു. ഇത് യാതൊരു രീതിയിലും പരിരക്ഷിക്കുന്നൊരു നിലപാടില്ല. നമ്മളെ സംബന്ധിച്ചുള്ള ആവശ്യം എന്ന് പറയുന്നത് ഏതാണ്ട് 2.5 ഏക്കറോളം സ്ഥലം ഇതിനോടനുബന്ധമായിട്ടുണ്ടായിരുന്നു. അതും ഏതാണ്ട് കുറേയൊക്കെ അന്യാധീനപ്പെട്ടു പോയിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. മറ്റേതെങ്കിലും ഒരു വകുപ്പിന് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയോ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഈ
നിർമ്മിതിയും ഇതിനോടനുബന്ധിച്ച സ്ഥലങ്ങളും സംരക്ഷിക്കാവുന്ന വിധത്തിലുള്ള ഒരു പദ്ധതി രൂപീകരിച്ച് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം വളരെ അത്യാവശ്യമാണ്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ കെട്ടിടത്തിനുള്ളിലെ ഉപകരണങ്ങളും ജനലുകളും വാതിലുകളുമെല്ലാം മോഷ്ടാക്കൾ പൊളിച്ചു കടത്തി. സമീപത്ത് ജീവനക്കാർക്ക് താമസിക്കുവാൻ സ്ഥാപിച്ച ക്വാർട്ടേഴ്സുകളും പാടെ തകർന്ന അവസ്ഥയിലാണ്. പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം പല സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് പട്ടികവർഗ വികസന വകുപ്പിന്റെ കെടുകാര്യസ്ഥത മൂലം കോടികൾ വെറുതെ കിടന്ന് നശിക്കുന്നത്. ട്രൈബൽ ഹോസ്റ്റൽ സംരക്ഷിക്കുന്നതിനോ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമില്ലെങ്കിൽ മറ്റു സർക്കാർ വകുപ്പുകൾക്ക് കൈമാറുന്നതിനോ തയ്യാറാകാത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധവും ശക്തമാണ്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഗൃഹനാഥനെ കാണാനില്ലെന്ന് പരാതി. മാങ്കുളം ആനക്കുളം സ്വദേശി മോനിച്ചൻ എന്ന് വിളിക്കുന്ന മുണ്ടക്കൽ തോമസ് വർക്കിയെയാണ് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ കാണാതായത്. ഉറിയൻപട്ടി ആദിവാസി മേഖലയിൽ നിന്നും തേനീച്ചപ്പെട്ടി വാങ്ങി വരാമെന്ന് പറഞ്ഞു പോയ മോനിച്ചൻ ദിവസം ഇത്രയായിട്ടും മടങ്ങിയെത്തിയിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. സംഭവത്തിൽ കുടുംബം മൂന്നാർ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് മോനിച്ചൻ ഉറിയൻപട്ടി ആദിവാസി മേഖലയിൽ നിന്നും തേനീച്ചപ്പെട്ടി വാങ്ങി വരാമെന്ന് പറഞ്ഞ് ആനക്കുളത്തെ വീട്ടിൽ നിന്നും പോയത്. ആനക്കുളത്തു നിന്നും ഈറ്റച്ചോലയാറിന് മറുകരയുള്ള കാനനപാതയിലൂടെയായിരുന്നു യാത്ര. പക്ഷേ ദിവസം ഇത്ര പിന്നിട്ടിട്ടും മോനിച്ചൻ തിരികെ വീട്ടിലെത്തിയിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. തേനീച്ചപ്പെട്ടി മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ പുള്ളി ഉറിയൻപട്ടി കുടിക്ക് പോയി. എന്നിട്ട് പുള്ളി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ആളുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിഞ്ഞു കിട്ടാൻ ഉള്ളൊരു വഴി. മോനിച്ചൻ തിരികെ എത്താതായതോടെ കുടുംബം മൂന്നാർ പോലീസിൽ പരാതി നൽകി. പോലീസിന്റെയും വനംവകുപ്പിന്റെയും പ്രദേശവാസികളുടെയും ഒക്കെ നേതൃത്വത്തിൽ കാനനപാതയിലും പരിസര പ്രദേശത്തുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധന നടത്തിയെങ്കിലും മോനിച്ചനെ സംബന്ധിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ആദിവാസി മേഖലയിലേക്കും മോനിച്ചൻ എത്തിയിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്ന വിവരം. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മോനിച്ചന്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്തിരുന്നുവെന്നും പിന്നീട് ഫോൺ നിശ്ചലമായെന്നും ഭാര്യ മോളി പറഞ്ഞു. മോനിച്ചൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ ഭാര്യ മോളിയും കുടുംബാംഗങ്ങളും ഒരാഴ്ചയായി കാത്തിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പഠന സാധ്യതകളും തൊഴിലവസരങ്ങളും നേരിട്ട് മനസ്സിലാക്കുന്നതിന് ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ 29-30 തീയതികളിൽ കട്ടപ്പനയിൽ നടക്കും. സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടി ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കുന്നതിനും ഉന്നത പഠനത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചുമുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനും പരിപാടിയിൽ അവസരമുണ്ടാകും. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ 40 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി 4000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. SSLC, +1, +2 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമാണ് പങ്കെടുക്കുവാൻ അവസരം. കേരളത്തിൽ 41 വിദ്യാഭ്യാസ ഉപജില്ലകളിലായി നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലും കട്ടപ്പനയിലുമാണ് നടത്തപ്പെടുക. ഈ മാസം 29-ാം തീയതിയും 30-ാം തീയതിയും കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പനയിലും തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മുതലക്കോടത്തുമാണ് ഈ ഹയർ സ്റ്റഡി എക്സ്പോ നടത്തുന്നത്. ഈ എക്സ്പോയിൽ കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ, വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകൾ, കരിയർ ചാർട്ടിൻ്റെ പ്രദർശനം, അതുപോലെ തന്നെ ഉപരിപഠന മേഖലയെക്കുറിച്ചുള്ള കുട്ടികളുടെ സംശയ നിവാരണം തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജിച്ചൻ നീർനാക്കുന്നേൽ, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ, വാർഡ് കൌൺസിലർ സോണിയ ജെബി, ഇടുക്കി ജില്ലാ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ ജോസഫ് മാത്യു തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫ്രാൻസിസ് സെബാസ്റ്റ്യൻ, ജെയ്സൺ ജോർജ്, വിൽസൺ ജോസ്, അജേഷ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. ഉപ്പുതറ പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു.
തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശൈലജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഭരണഘടനയെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് ശൈലജ സുരേന്ദ്രൻ ആരോപിച്ചു. BJP രാജ്യം ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ രാജ്യം ഭരിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് അവർ ഒരിക്കലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയോ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പൗരാവകാശങ്ങളെയോ ഇവിടുത്തെ ഫെഡറൽ സംവിധാനത്തെയോ ജനാധിപത്യ അവകാശങ്ങളെയോ രാജ്യത്തെ മനുഷ്യരുടെ മതനിരപേക്ഷതയോ ഒന്നും അവരുടേതായ നിലയ്ക്ക് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല BJP. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അവർ അംഗീകരിക്കുന്നില്ല. ആ ഭരണഘടനയ്ക്ക് പകരം ഇന്ത്യ രാജ്യത്ത് നമ്മുടെ മനുസ്മൃതി ഭരണഘടനയാക്കണം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ള അവസ്ഥാവിശേഷം, ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ള അവസ്ഥാവിശേഷം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചുണ്ട്. ജില്ലാ പ്രസിഡന്റ് സുമാ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ലിസി ജോസ്, അനിത റജി, നിർമ്മല നന്ദകുമാർ, ഷീല രാജൻ, സുധർമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ 9 ഏക്കറിൽ അനധികൃതമായി നടക്കുന്ന പാറ ഖനനത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെതിരെ ആരോപണവുമായി BJP നേതൃത്വം. മേഖലയിൽ അനധികൃത പാറ ഖനനം നടത്തുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണെന്നും BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ അനാവശ്യ വിവാദങ്ങൾ ഉന്നയിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. 9 ഏക്കർ ഹരിഹരപുരം ക്ഷേത്രത്തിന് പിന്നിൽ ജൽജീവൻ മിഷന് മാറ്റിയിട്ട സ്ഥലത്താണ് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പാറ ഖനനം നടക്കുന്നതെന്നാണ് BJPയുടെ ആരോപണം. ഇത് ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണെന്നും ഇവർ ആരോപിക്കുന്നു. മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയതിന് പിന്നാലെ പാറ ഖനനം നിർത്തിവെപ്പിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതോടെ കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് VS ശാലിനെതിരെ BJP നേതൃത്വം ഉപ്പുതറയിൽ പരസ്യമായി പോസ്റ്ററുകളും പതിപ്പിച്ചു. ക്ഷേത്ര വികസന പ്രവർത്തനങ്ങൾക്ക് BJPയും സംഘപരിവാർ സംഘടനകളും തടസ്സം നിൽക്കുന്നുവെന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ കുപ്രചരണം അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇത് തീർത്തും അപലപനീയമാണ്. ഇത് സംബന്ധിച്ച് ഇടുക്കി ജില്ലയുടെ ബഹു കലക്ടർ, ഇടുക്കി ജില്ലയുടെ മൈനിങ് ആൻഡ് ജിയോളജിസ്റ്റ് തൊടുപുഴ, പീരുമേട് DYSP, ഉപ്പുതറ CI, പീരുമേട് തഹസിൽദാർ എന്നിവർക്ക് രജിസ്റ്റർ ചെയ്ത് പരാതി അയച്ചിട്ടുള്ളതും എന്നാൽ അതിന് ഈ ബന്ധപ്പെട്ട ഈ സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി നടത്തിയ അവർക്കെതിരെ ഒരുവിധ നടപടിയും അധികാരികൾ കൈക്കൊള്ളാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ വാർഡിൻ്റെ മെമ്പർ എന്ന നിലയ്ക്ക് ഇതിനൊരു തീരുമാനം ബഹുമാനപ്പെട്ട ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത പക്ഷം കോടതിയെ സമീപിക്കാനാണ് വാർഡ് മെമ്പർ എന്ന നിലയ്ക്കും ഈ പഞ്ചായത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും എനിക്ക് ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുവാനുണ്ട്. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്കൊരുങ്ങുകയാണെന്നും നേതൃത്വം അറിയിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും യുവജനക്ഷേമ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ നടന്നുവന്ന കേരളോത്സവം സമാപിച്ചു. സമാപന സമ്മേളനം പീരുമേട് MLA വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്തു നിന്നും നിരവധി മത്സരാർത്ഥികളാണ് കേരളോത്സവത്തിൽ പങ്കെടുത്തത്. കബഡി, വോളിബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, ചെസ്, ക്യാരംസ്, ഓട്ടംതുള്ളൽ, കഥകളി, നാടൻപാട്ട്, ദേശഭക്തിഗാനം തുടങ്ങി വിവിധ മത്സരങ്ങൾ കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്നു. പീരുമേട് MLA വാഴൂർ സോമൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച മുഴുവൻ ആളുകൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. മാലതി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഉഷ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ, B. ജോർജ്, മാരിയപ്പൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധു മോഹൻ, സാക്ഷരതാ പ്രേരക് PK ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പോഷകത്തോട്ടം പദ്ധതിയുടെ ഭാഗമായി സബ്സിഡി നിരക്കിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ആദ്യം അപേക്ഷ നൽകിയ 115 പേർക്കാണ് കിറ്റുകൾ ലഭിച്ചത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും പോഷക സമൃദ്ധി മിഷനും ജൈവ കാർഷിക മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പോഷകത്തോട്ടം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ വീട്ടിലും ആവശ്യമായ വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ പച്ചക്കറി തൈകൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തത്. പദ്ധതിയിൽ ആദ്യം അപേക്ഷിച്ച 115 പേർക്കാണ് കിറ്റുകൾ നൽകിയത്. പച്ചക്കറി തൈകൾ, അതിനുവേണ്ട ജൈവ ജീവാണുവളങ്ങൾ,
ജൈവ കീടനാശിനികൾ എന്നിവയടങ്ങുന്ന 800 രൂപയുടെ കിറ്റ് 300 രൂപയ്ക്ക് സബ്സിഡി നിരക്കിലാണ് കർഷകർക്ക് നൽകിയത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ പച്ചക്കറി തൈകളും ഈ വളങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. കാരണം വിഷരഹിത പച്ചക്കറികൾ നമ്മൾ ഭക്ഷിക്കുന്നതിന് നമ്മൾ തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് പല പദ്ധതികളിലായിട്ട് ഈ പച്ചക്കറി തൈകൾ നൽകാറ്. ഇത് കൊണ്ടുപോകുന്നവർ, വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ കൊണ്ടുപോയി കാലാകാലങ്ങളിൽ പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കി പച്ചക്കറി തൈകൾ കൊടുത്തു കഴിയുമ്പോൾ അത് വീടിൻ്റെ പുറകിൽ കൊണ്ടുപോയി വെച്ച് അവിടുന്ന് പിന്നെ എടുത്ത് കളയുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ശ്രദ്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നവർ 5 സെൻറ്റിൻ്റെ അകത്ത് വളങ്ങൾ ചേർത്താണ് 5 സെൻറ്റ് ചെയ്ത് കൃഷി ചെയ്യുകയും വിഷരഹിത പച്ചക്കറികൾ നമ്മൾ കഴിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ ആവശ്യം കഴിഞ്ഞ് അത് നമുക്ക് പൊതുമാർക്കറ്റിൽ, നമുക്കിവിടെ ജൈവ മാർക്കറ്റുണ്ട് ആഴ്ചയിലൊന്ന്, അപ്പോൾ അവിടെ അത് വിൽപ്പനയ്ക്കും കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് വിൽപ്പനയ്ക്ക് മാർക്കറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ പച്ചക്കറി നമുക്കുണ്ടെങ്കിൽ അതിവിടെ വിൽപ്പന നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട്. പാവൽ, പച്ചമുളക്, വഴുതന, പയർ, തക്കാളി, പപ്പായ, കറിവേപ്പ്, മുരിങ്ങ ഉൾപ്പെടെയാണ് കർഷകർക്ക് ലഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ, കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവൽ, ജീവനക്കാർ, കർഷകർ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NCC ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന സൈക്കിൾ റാലിയും കൂട്ടയോട്ടവും തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ABMP ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ യൂണിഫോം സംഘടനയായ NCCയുടെ 76ാമത് വാർഷിക ദിനാചരണമാണ് തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി നടന്ന സൈക്കിൾ റാലിയും കൂട്ടയോട്ടവും തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ABMP ഫ്ളാഗ് ഓഫ് ചെയ്തു. NCC എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങൾക്കും അറിയാം. നാഷണൽ കേഡറ്റ് കോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ അച്ചടക്കത്തിനും സമാധാനത്തിനുമൊക്കെ ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള, രക്ഷാപ്രവർത്തന രംഗത്തൊക്കെ ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് നാഷണൽ കേഡറ്റ് കോർ എന്നറിയപ്പെടുന്ന NCC. അതിൻ്റെ 33 കേരള ബറ്റാലിയൻ നെടുങ്കണ്ടത്തിൻ്റെ ഭാഗമായി NCC സെലിബ്രേഷനോടനുബന്ധിച്ച് നടത്തുന്ന സൈക്കിൾ റാലി ഇന്നിവിടെ നിന്ന് ആരംഭിച്ച് തങ്കമണി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽപ്പെട്ട തങ്കമണി ടൗണും ബസ് സ്റ്റാൻഡുമെല്ലാം കേന്ദ്രീകരിച്ച് സൈക്കിൾ റാലി നടത്തിയതിന് ശേഷം വളരെ അച്ചടക്കത്തോടുകൂടി നിങ്ങളെല്ലാം ഇതേ ക്യാമ്പസിൽ തന്നെ വീണ്ടും കയറി വരേണ്ടതാണ്. NCC സീനിയർ, ജൂനിയർ വിഭാഗങ്ങളിൽ നിന്നുമായി 200ഓളം കേഡറ്റുകൾ റാലിയിൽ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ്, NCC ഓഫീസർ ലഫ്റ്റനന്റ് സുനിൽ കെ അഗസ്റ്റിൻ, 33 ബറ്റാലിയൻ ഉദ്യോഗസ്ഥരായ നായിക് സുബേദാർ ലാൽ ജോയിലിൻ, ഹവിൽദാർ രാജേന്ദ്ര കുട്ട് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കട്ടപ്പന അമ്പലക്കവല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 2ാമത് ശാസ്ത്ര സമീക്ഷാ സത്രം ആരംഭിച്ചു. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാമന്ത്രാർച്ചനയും കരിയർ ഗൈഡൻസും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയത്തിനും സ്വഭാവ രൂപീകരണത്തിനും ഉതകുന്നതും ആധ്യാത്മികതയിൽ അധിഷ്ഠിതവുമായ വ്യക്തിത്വ വികസനം എന്ന നിലയിൽ വളരെ പ്രാധാന്യമേറിയതാണ് ശാസ്ത്ര സമീക്ഷാ സത്രം. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് അധ്യക്ഷനായിരുന്നു. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ചില വീടുകളിൽ അമ്മമാരും കുട്ടികൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നു, വളരെയധികം ആഗ്രഹത്തോടെയാണ്. അതുപോലെയായിരുന്നു ഈശ്വരാവതാരങ്ങളും ആചാര്യന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ. അവരിൽ നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളും ഒരുപാട് അറിവുകൾ കൂടെ പകർന്നു നമ്മുടെ ശ്രദ്ധയോടെ അത് സ്വീകരിക്കും എന്ന് വിശ്വസിച്ചു. അമ്മമാരും മകന്മാരും വളരെ ആസ്വദിച്ച് മകൻ നൂഡിൽസ് കഴിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാകാം, പക്ഷെ നല്ല രുചിയോടുകൂടി അത് കുറച്ചുകൂടി കുറച്ചുകൂടി സ്പൈസസ് ചേർത്ത് നല്ല ഭംഗിയായി കുട്ടിക്ക് വളരെയധികം കഷ്ടപ്പെട്ട് ഇത് കൊടുത്താൽ ഒരുപക്ഷെ കുട്ടി ചെയ്യുന്നത് ആ ഭക്ഷണവുമായി നേരെ TV ഓൺ ചെയ്ത് കാർട്ടൂൺ വെച്ച് അതിന്റെ മുന്നിൽ പോയി കഴിക്കുക. ഒരിക്കലും അമ്മ കഷ്ടപ്പെട്ട ആ ഭക്ഷണത്തിന്റെ രുചി അറിയാതെ ഇങ്ങനെ വെറുതെ കഴിച്ചു പറയുന്നു എന്നതുകൊണ്ട് ധർമ്മശാസ്താവിന്റെ ഉൽപ്പത്തിയും ആരാധനാക്രമങ്ങളും താന്ത്രിക ദൃഷ്ടിയിൽ എന്ന വിഷയത്തിൽ ഭാഗവതാചാര്യൻ കന്യാകുമാരി വിമൽ വിജയൻ ക്ലാസ് നയിച്ചു. എല്ലാ സമുദായ നേതാക്കളും പറയുകയാണ്, ആളുകൾ എഴുന്നേറ്റ് യങ്സ്റ്റേഴ്സ് വരുന്നില്ല. അതിന് അടിസ്ഥാന കാരണം ഇതാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ ആവശ്യമായ എന്ത് സങ്കേതം നമ്മൾ സമുദായ അടിസ്ഥാനത്തിൽ നമ്മളുടെ ക്രിയേറ്റ്
ജനിച്ചത് ഭാഗ്യവശാലും നിർഭാഗ്യവശാലും ഒരു വേദഗ്രാമത്തിലായി പോയി, പാലക്കാട് കൽപ്പാത്തി ഗ്രാമത്തിൽ. അവിടെ നിന്നാണ് ഞാൻ സംസ്കൃതം പഠിക്കുന്നത്. ഓർമ്മ വെച്ച കാലം മുതൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പഠിച്ചു എന്ന് പറയാൻ പ്രശ്നമുണ്ട്, ഇപ്പോഴും ഭയമാണെന്ന് പറയാം. പറയുന്നത് ആത്മഹത്യ പറയുന്നത്. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു സമുദായ സംഘടനയും ഒരു പുസ്തകം പോലും നമ്മൾ ആരും വാങ്ങി വന്നിട്ടില്ല. നവംബർ 26 മുതൽ ഡിസംബർ 1 വരെ നടക്കുന്ന ശാസ്ത്ര സമീക്ഷയിൽ സംസ്ഥാന ഇന്റലിജൻസ് ADGP P. വിജയൻ, പാലക്കാട് ശ്രുതി തേനൂർ, കുമരകം MN ഗോപാലൻ തന്ത്രികൾ, ജിതിൻ ഗോപാലൻ തന്ത്രികൾ എന്നിവർ ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തും. എല്ലാ ദിവസവും 5 മണി മുതൽ അയ്യപ്പ ഭാഗവത പാരായണവും ഉണ്ടായിരിക്കും. ക്ഷേത്രം വൈസ് പ്രസിഡന്റ് AN സാബു, സെക്രട്ടറി PD ബിനു, ക്ഷേത്രം മേൽശാന്തി MS ജഗദീഷ് ശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കിയിലേക്ക് ഒരു യാത്ര നിശ്ചയിക്കുമ്പോൾ തന്നെ സഞ്ചാരികളുടെ മനസ്സിൽ ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും ഇടം പിടിക്കും. സഹ്യന്റെ അവിസ്മരണീയ കാഴ്ചകൾ ആസ്വദിച്ചുള്ള യാത്ര സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത മനോഹര നിമിഷങ്ങളാണ് സമ്മാനിക്കുക. ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ ട്രക്കിംഗ് പോയിന്റായ രാമക്കൽമേട് ആമപ്പാറയുടെ വിശേഷങ്ങളാണ് ഇനി. വെറും ഒരു ട്രക്കിംഗ് മാത്രമല്ല ആമപ്പാറയിലേക്കുള്ള യാത്ര സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. മലമുകളിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണ് സ്വന്തമാകുക. ആമയോട് സാദൃശ്യമുള്ള പാറയിൽ നിന്നാണ് ആമപ്പാറ എന്ന പേര് ഈ മലനിരകൾക്ക് ലഭ്യമായത്. കൂറ്റൻ പാറകൾക്കിടയിലൂടെ സാഹസികമായി സഞ്ചാരികൾക്ക് മറുപുറം കടക്കാം. കാഴ്ചയിൽ അതിഭീകരമാണെങ്കിലും പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു വശം ചെരിഞ്ഞും ഇഴഞ്ഞുമൊക്കെ നീങ്ങണമെങ്കിലും ഇവിടെ അപകട സാധ്യതകൾ തീരെയില്ല. രാമക്കൽമേട്ടിൽ നിന്ന് ഗ്രാമീണ പാതയിലൂടെ ജീപ്പിലാണ് സഞ്ചാരികൾ ഭൂരിഭാഗവും എത്തുക. കാറ്റിന്റെ കൂട്ടുപിടിച്ച് നടന്ന് മല കയറുന്നവരും നിരവധി. മലമുകളിലെത്തിയാൽ തമിഴ്നാട് അതിർത്തി മേഖലകളിലേക്ക് ട്രക്കിംഗ്. സഹ്യപർവ്വത നിരയിലെ കാർഷിക സമൃദ്ധിയുടെ വിശാലമായ കാഴ്ച ഇവിടെ നിന്നും ലഭ്യമാകും. ഒപ്പം തമിഴ്നാടൻ കാർഷിക പെരുമയുടെ കാഴ്ചകളും രാമക്കല്ലും കാറ്റാടിപ്പാടങ്ങളും സോളാർ പാടവുമെല്ലാം ആസ്വദിക്കാം. കൂറ്റൻ ആമയുടെ ഒരു പ്രതിമയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാമക്കൽമേട്ടിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരിയും ആമപ്പാറയും ഒക്കെ വളരെ പ്രശസ്തമാണ്. ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് രാമക്കൽമേട്ടിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരി ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം നമുക്ക് മടുക്കില്ല എന്നുള്ളതാണ്. അതൊരു വലിയ ലോങ് ഡിസ്റ്റൻസ് അല്ല. എന്നാൽ അതൊന്ന് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ളൊരു അവസരം രാമക്കൽമേട്ടിലുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ എത്തുന്ന സ്പോട്ടാണ് അവിടുത്തെ ആമപ്പാറ എന്ന് പറയുന്നത്. അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മളൊരു പാറയ്ക്കകത്തുകൂടിയൊക്കെ നടന്ന് ഉരുണ്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ പുറത്ത് വരുമ്പോൾ നമ്മൾ എന്തോ വലിയൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്ത പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടും. എന്നാൽ ആ സ്ഥലം വളരെ സേഫുമാണ്. DTPCയുടെ നിയന്ത്രണത്തിലുള്ള DTPC പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലമാണ് രാമക്കൽമേട്ടിലെ ആമപ്പാറ എന്ന് പറയുന്നത്. ആമപ്പാറയിലേക്കുള്ള ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും മാത്രമല്ല ഇവിടുത്തെ കാഴ്ചകൾ. കാർഷിക പെരുമയ്ക്ക് കാവലായി മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന രാമക്കല്ല, സദാസമയവും വീശിയടിക്കുന്ന കാറ്റിനെ ചെറുത്തു നിൽക്കുന്ന കാറ്റാടികൾ, തമിഴ്നാടൻ കാർഷിക കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുന്ന കുറവൻ കുറത്തി പ്രതിമ. ഇങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകൾ ഏറെയുണ്ട് ഇവിടെ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട,
സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട 235, വിൽപ്പനയ്ക്ക് വന്നത് 56,543, വിൽപ്പന നടന്നത് 55,928, കൂടിയ വില 3,249, ശരാശരി വില 2,949. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 620 രൂപ, ഏലം കൂടിയ വില 2,850, ഏലം ശരാശരി വില 2,500, കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പു 900, കൊക്കോ 85, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,105 രൂപ, വെള്ളി 98. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CBI എന്നത് അവസാന അന്വേഷണമല്ല. സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങിയ സംഭവത്തിൽ ജീവനക്കാരിൽ കള്ളനാണയങ്ങൾ കാണുമെന്നും MV ഗോവിന്ദൻ. മൂന്നാറിൽ നടന്ന യുവാവിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊല്ലപ്പെട്ട സൂര്യയുടെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാഞ്ചിയാർ അഞ്ചുരുളി റോഡിന് ശാപമോക്ഷമില്ല. സ്കൂൾ കോളേജ് ടൂർ സീസൺ ആരംഭിച്ചതോടെ ദിവസവും ദുരിതപാതയിലൂടെ അഞ്ചുരുളിയിലേക്ക് എത്തുന്നത് നിരവധി ആളുകൾ. ജലവിഭവ വകുപ്പ് മന്ത്രി റോഡിന് കോടികൾ അനുവദിച്ചിട്ടും നടപടികൾ മാത്രം ഉണ്ടാകുന്നില്ലെന്ന് ആക്ഷേപം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനായി വാത്തിക്കുടി ടൗണിനോട് ചേർന്ന് പട്ടികവർഗ വകുപ്പ് പണി കഴിപ്പിച്ച ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാകുന്നു. ഹോസ്റ്റൽ കെട്ടിടം കാട് കയറി നശിക്കുന്നത് പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലും പല സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി കെട്ടിടമില്ലാതെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.